ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ആണ്. പിസ്സ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. പിസ്സ നമ്മൾ മൈദ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദ മാവ് അതിനെ നമുക്ക് പുളിപ്പിച്ചെടുക്കണം. അതിന് നമുക്ക് ഈസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. ആദ്യം തന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. ഈ വെള്ളം തണുത്തതാവാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഒരു 3 സെക്കൻഡൊക്കെ ഒന്ന് വെച്ച് എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് വിട്ടുപോകും, എന്നാൽ ചൂടാവാനും പാടില്ല. എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര കലക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ പഞ്ചസാര കലക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കലക്കി കൊടുക്കണം. ഈസ്റ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഈസ്റ്റ് അതിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈസ്റ്റ് നന്നായി പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ട മൈദ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല വലിപ്പത്തിലുള്ള 2 പീസിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1.5-2 കപ്പ് മൈദ മതിയാവും. മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇത് വെളുത്തുള്ളി ചതച്ച് പിഴിഞ്ഞെടുത്താണ്. വെളുത്തുള്ളി നല്ല വലിപ്പമുള്ള അല്ലികൾ 15 എണ്ണം ഞാൻ ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പ് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ നടത്തി വെച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമോ പാലോ ഒഴിച്ച് കുഴയ്ക്കാം. അതുപോലെ തന്നെ ഇതിൽ പാൽപ്പൊടി വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ പകുതി പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഒലീവ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ബാക്കി കൂടി കുഴച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം. ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ബോളാക്കിയിട്ട് പാത്രത്തിൽ തന്നെ വെച്ച് അടച്ചു വയ്ക്കാം. നന്നായിട്ട് ഒലീവ് ഓയിലൊന്ന് അതിന് ചുറ്റൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഈ മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ പല ടൈപ്പിൽ പിസ്സ സോസ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ പാത്രത്തിൽ ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അതായത് ഉണങ്ങിയ മുളക് ചതച്ചെടുത്തത്. പിന്നെ അതിൽ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി 4-5 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മൈദ കുഴച്ച് വെച്ചത് ഇപ്പോൾ നല്ലോണം തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ 2 പിസ്സയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പിസ്സ സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് കേക്ക് മോൾഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും
സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ സ്റ്റീലിൻ്റെ വലിയ പാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ആ പാത്രത്തിൽ ഞാൻ അല്പം ഒലീവ് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് അതിൽ വെച്ച് കൈ കൊണ്ടൊന്ന് പടർത്തിയെടുക്കാം. അപ്പോൾ അത് ചപ്പാത്തി പലകയിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് പടർത്തിയെടുത്ത് ഈ പാത്രത്തിലേക്ക് വെച്ചാലും മതി. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്യാപ്സിക്കം തക്കാളിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ക്യാപ്സിക്കം മാത്രം മതി ഉണ്ടെങ്കിൽ അത് വയ്ക്കാം, തക്കാളി മാത്രമാണെങ്കിൽ അത് വയ്ക്കാം. ഇപ്പോൾ അതുപോലെ ഇത് വെജിറ്റബിൾ പിസ്സിന് ഉണ്ടാക്കുന്നത്. ചിക്കൻ പിസ്സിനെങ്കിൽ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അതിന് വെച്ച് കൊടുക്കുക. അതുപോലെ ഈ വെജിറ്റബിൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തക്കാളി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അങ്ങനെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പിസ്സ സീസണിങ്, ഒറിഗാനോ അങ്ങനെ എന്തെങ്കിലുമാണ്. പിസ്സ സീസണിങ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഒറിഗാനോ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. ഇതിപ്പോൾ ഇത് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ ഒറിഗാനോ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പനിക്കൂർക്ക. ഈ ഒറിഗാനോയുടെ അതേ ടേസ്റ്റ് ഇനി പനിക്കൂർക്കയ്ക്കും. പനിക്കൂർക്കയുടെ ഇല എടുത്ത് ഉണക്കിയിട്ടോ അല്ലെങ്കിൽ പച്ചയ്ക്കോ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ചീസ് ഇട്ട് കൊടുക്കണം. നമ്മൾ പിസ്സ ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 15 മിനിറ്റൊക്കെയാണ് നമ്മളിത് കുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വെജിറ്റബിൾസ് അധികം വേവില്ല. നമുക്ക് അങ്ങനെ നന്നായിട്ട് വെജിറ്റബിൾസ് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചീസ് ഇടുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ചീസ് ഇടുകയാണെങ്കിൽ വെജിറ്റബിൾസ് നന്നായി വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ചീസ് ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡിലേക്കൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് 220 ഡിഗ്രിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അവനില്ലെങ്കിൽ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ സോസ് പാനിലോ അടച്ച് വെച്ച് ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. അടുത്ത പിസ്സി നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഡിഗ്രിയിൽ 15 മിനിറ്റ് നമ്മളിപ്പോൾ 2 പിസയും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം ചീസ് ഇട്ടത്. ഇതുപോലെ നമുക്ക് ചീസ് ആദ്യം ഇട്ടതിന് ശേഷം, അതായത് പിസ്സ സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം ചീസ് ഇട്ട് അതിന് മുകളിൽ വേണമെങ്കിൽ വെജിറ്റബിൾ വെച്ച് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ ഇങ്ങനെ മുകളിലേക്ക് കാണും. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.